ഹീറോ ഫോറിനിൽ പോയി ഒരു കോൾ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൻക്ക് അവന്റെ ഫാമിലിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വേറൊരു ഭാഗത്ത് അവന്റെ കുടുംബവും അവനെ ഒരുപാട് മിസ് ചെയ്യാണ്. എന്തിനാണ് ഹീറോ ഇത്രയും കഷ്ടപ്പെട്ട് ഫോറിനിൽ പോയി ജോലി ചെയ്യുന്നതെന്ന് വെച്ചാല് ഹീറോനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതും വെച്ച് നല്ല പോലെ ജീവിക്കുക, അതായിരുന്നു അവന്റെ കൺസെപ്റ്റ്. അങ്ങനെ അവന് സമ്പത്ത് എന്ന പേരുള്ള ഒരു കോടീശ്വരന്റെ വീട്ടില് ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമ്പത്തിന്റെ ഭാര്യയും ഹീറോയിനോട് ഒരു ജോലിക്കാരൻ എന്ന രീതിയിലല്ല നല്ല പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഹീറോയിൻ ആണെന്ന് വെച്ചാൽ ഒരു വലിയ വീട്, കാറ് അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്ന ഒരു സ്ത്രീയാണ്. അതിനു വേണ്ടിയിട്ട് അവള് ഒരു കുടുക്കെടുത്ത് അതിൽ പൈസ ഇട്ട് സേവ് ചെയ്യുന്നുണ്ട്, വലിയ വീടും കാറൊക്കെ വാങ്ങിക്കാനായിട്ട്. ഇത് കണ്ട ഹീറോയും ഇത്രയും പൈസ ഉണ്ടെന്നും വലിയ വീടും കാറൊന്നും വാങ്ങാൻ പറ്റില്ല എന്ന് അവളോട് പറയുമ്പോ അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാലും തന്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാന്ന് വിചാരിച്ചവനാന്ന് വെച്ചാല് മരം കൊണ്ടൊരു ചെറിയ വീട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിനും ഇതൊക്കെ ഒരു വീടാണോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടെ പോകാണ്. ഹീറോന്റെ അനിയത്തിയുടെ മകൾ ഒരു വലിയ കുട്ടിയായി എന്നും പറഞ്ഞൊരു ഫംഗ്ഷനിലേക്ക് വരെ ക്ഷണിക്കുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഒരു 5000 രൂപ മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അവരുടെ കയ്യിലുള്ളത് അവരും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിലും അനിയത്തിയാന്ന് വെച്ചാല് എനിക്ക് ഭയങ്കരമായിട്ട് നാണക്കേടായെന്നും നിങ്ങൾക്ക് ഒരു 50,000 രൂപയും എന്തെങ്കിലും ഒരു സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് ഇട്ടൂടെയെന്ന് ചോദിച്ച് അവരെ അപമാനിക്കുകയാണ്. ഹീറോ തന്റെ ഭാര്യയോട് നമ്മളിൽ ഇതുള്ളൂ, ഇത് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാവുന്ന കാലത്ത് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിന് ഇത് വലിയൊരു അപമാനമായിരുന്നു. അവള് വീട്ടിൽ പോയി സേവ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൈസയും അവളുടെ കെട്ടുതാലിയും വിറ്റ് 50,000 രൂപയും സ്വർണ്ണവും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ ഇടുന്നുണ്ട്. ഇവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് പോലും ആലോചിക്കാതെ അനിയത്തിന്റെ ഭർത്താവ് അപ്പൊ ഉണ്ടായിട്ടാണ് ഇത് ചെയ്യാതിരുന്നതെന്ന് ഒന്ന് കുത്തി പറയുന്നുണ്ട്. പിറ്റേ ദിവസം സമ്പത്തും അവന്റെ ഭാര്യയും കൂടി ഫോറിനിലേക്ക് പോകാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാറ് ഹീറോയെയാണ് ഏൽപ്പിക്കുന്നത്. അന്ന് മുതൽ ആ വണ്ടിയിൽ അവൻ ടാക്സി ഓടാനായിട്ട് തുടങ്ങാണ്. ഒരു ഓട്ടത്തിനിടയിൽ അവനൊരു കോടീശ്വരനെ കണ്ടുമുട്ടുന്നുണ്ട്. ഇവനക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ആ ഒരു കോടീശ്വരനോട് പറയുമ്പോൾ ആദ്യം തന്നെ പൈസ ഉള്ളവനെ പോലെ ജീവിക്കുക, അപ്പൊ പൈസ തന്നെ വന്നോളും ഒരു റോങ് അഡ്വൈസും കൊടുത്തിട്ടാണ് അയാൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയും ഇനി അങ്ങനെ ജീവിക്കാമെന്ന് കരുതുന്നുണ്ട്. തന്റെ ഭാര്യയെയും മകനെയും കൂട്ടിക്കൊണ്ട് അവൻ വലിയ ഹോട്ടലിൽ പോയി ഫുഡ് എല്ലാം കഴിക്കുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ തന്നെ എണീറ്റ് അവൻ ജോലിക്ക് പോകും. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ ഇപ്പോൾ ടാക്സി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പഴയ പോലെ അവന്റെ ഫാമിലി ആയിട്ട് മിങ്കിൾ ആവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് വലിയ വലിയ സാധനങ്ങളെല്ലാം ഹീറോ വാങ്ങാണ്. പലിശക്ക് പണം എടുത്ത് ഒരു സ്ഥലവും വാങ്ങുന്നുണ്ട്. ഇതെല്ലാം കണ്ട ഭാര്യക്ക് പേടിയാവുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോ നീയല്ലേ നിനക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ശല്യം ചെയ്തോണ്ടിരുന്നായിരുന്നു. ഇനി നാളെ നമ്മളുടെ മകൻ വലുതായി എനിക്ക് വേണ്ടി എന്തുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇത് കാട്ടിക്കൊടുത്താൽ മതി എന്ന് ഹീറോ പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. ഒരുപാട് ആലോചിച്ച ഹീറോയിനും ഹീറോക്ക് വിളിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്നും വേണ്ടാന്നും പഴയ പോലെ ജീവിക്കറിയുന്നുണ്ട്. പെട്ടെന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ കാറിന്റെ മുന്നിലായിട്ട് വേറൊരു വണ്ടി ഇടിക്കുകയും ആ കാറിന്റെ മുൻവശത്ത് ഒരുപാട് പരിക്ക് പറ്റുകയും ചെയ്യാണ്. അത് നന്നാക്കാനായിട്ട് 1,00,000 രൂപയോളം വേണമെന്ന് പറയുന്നുണ്ട്. ഹീറോവും തന്റെ റിലേറ്റീവിന്റെ അടുത്ത് പോയി കാലും കൈയും പിടിച്ച് ആ പൈസ ഒപ്പിച്ച് കാറ് ശരിയാക്കി സമ്പത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം. ഇതിനോടകം തന്നെ ഫോറിനിൽ നിന്ന് സമ്പത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് അവര് ഫോറിനിലേക്ക് പോയത്. എത്ര പൈസ ചെലവാക്കിയിട്ടും അവളെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഹീറോ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ടാക്സി ഓടുന്നത് നിർത്തിയോണ്ട് തന്നെ പലിശക്ക് പണം എടുത്ത ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തെടുത്ത സാധനങ്ങളുടെ ഓണേഴ്സ് ഒക്കെ വന്ന് ഇവനെ ചീത്ത പറയാനായിട്ട് ആ ഒരു കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഹീറോ ഫാമിലിയെ വിട്ടിട്ട് ഫോറിനിലേക്ക് ജോലി ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു 8 മാസം കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഹീറോ തന്റെ മാനേജറുടെ അടുത്ത് പോയി തനിക്ക് ആവശ്യമുള്ള പൈസ കിട്ടിയെന്നും ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും പറഞ്ഞ് പാസ്പോർട്ട് വാങ്ങി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭാര്യ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്റെ ഭർത്താവിനെ കാണാനായി ഫോറിനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പൈസയായിരുന്നു. ഇത് കണ്ട അവനും തന്റെ ഭാര്യക്ക് തന്നോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഹീറോ തിരിച്ചു വന്നത് കണ്ട ഹീറോയിൻ അവനെ സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിക്കാണ്. ഇപ്പൊ സമ്പത്ത് ഹീറോനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഹീറോ അവന്റെ വണ്ടി കൊണ്ട് ടാക്സി ഓടിയിരുന്ന കാര്യമെല്ലാം സമ്പത്തിനോട് പറയാണ്. ഓൾറെഡി സമ്പത്തിന് ഇതൊക്കെ അറിയായിരുന്നു. കാരണം വെരിഫിക്കേഷന് വേണ്ടി കോൾ വന്നത് തന്നെ സമ്പത്തിനായിരുന്നു. സമ്പത്തിന്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു വണ്ടി ഹീറോക്ക് കൊടുക്കണം എന്ന് അവള് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പത്ത് ആ ഒരു വണ്ടി ഹീറോനെ ഏൽപ്പിച്ച് അവര് ഫോറിനിൽ പോയി സെറ്റിൽ ആവാണ്. ഇപ്പൊ ഹീറോയും ആ വണ്ടി പിടിച്ചിരിക്കുന്ന സമയത്ത് ടാക്സി ഓടിക്കാനുള്ള ആ ഒരു വെരിഫിക്കേഷന്റെ മെസ്സേജ് അവനക്ക് വരുന്നുണ്ട്. ഭാര്യ അവനെ വിളിച്ച് മകൻ കാത്തിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഈ രണ്ടിലും എന്തായിരിക്കും ഹീറോ ചൂസ് ചെയ്യാന്നുള്ള ഒരു സസ്പെൻസോടുകൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. കൂടുതൽ മൂവീസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.